നമ്മൾ ഉത്തർപ്രദേശിനെ പറ്റി സംസാരിച്ചു, നമ്മൾ മഹാരാഷ്ട്രയെ പറ്റി സംസാരിച്ചു. അതിനുശേഷം ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ ലോക്സഭയിലേക്ക് അയക്കുന്ന വെസ്റ്റ് ബംഗാൾ. തൃണമൂലിന്റെ ഉരുക്കുകോട്ടയിലേക്ക് ഇടിച്ചു കയറി BJP കഴിഞ്ഞ തവണ സ്വന്തമാക്കിയ 18 സീറ്റുകൾ ഇത്തവണ അത് 21 മുതൽ 22 വരെയാകുമെന്ന് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. ഉണ്ണാതെ ഉറങ്ങാതെ എവിടെയെങ്കിലും ഒന്നിരിക്കാതെ മമതാ ബാനർജി ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം ഓടി നേടിയ വോട്ടുകൾ എത്രയെന്ന ചോദ്യം. നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. പി ബസന്തും ബി ബാലഗോപാലും നമ്മളോടൊപ്പമുണ്ട്. ബസന്ത്, എന്തായിരിക്കും ബംഗാളിന്റെ വിധി? മാധു, ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BJP അവിടെ ഒരു മേൽക്കൈ നേടും എന്നുള്ളൊരു സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24 വരെയൊക്കെ പോകും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും നടത്തിയ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. വലിയ തോതിലുള്ള സന്നാഹം തന്നെയാണ് തൃണമൂൽ ഒരുക്കിയത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷെ അവിടെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഇടതുപക്ഷവും കോൺഗ്രസും തകർന്നടിയുമോ എന്നുള്ളതാണ്. ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും വലിയ തോതിൽ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിന് 1 മുതൽ 2 വരെ സീറ്റുകൾ ലഭിക്കാൻ, ചിലപ്പോൾ അധീർ രഞ്ജൻ ചൗധരി ജയിച്ചേക്കാം എന്നുള്ള ഒരു സൂചനയാണ് അവിടെ നിന്ന് വരുന്നത്. പക്ഷേ ഇതിൽ ഒരു ഇടതുപക്ഷ നേതാവിനോട് നമ്മൾ, അല്ലെങ്കിൽ ഒരു CPM നേതാവിനോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പണ്ട് ചെയ്ത പാവങ്ങളുടെ ബാക്കി ഇപ്പോഴും തീർന്നിട്ടില്ല, അതിന് ഇനി സമയമെടുക്കും എന്നുള്ളതാണ്. അതായത് ഇടതുപക്ഷം ഭരിച്ചിരുന്ന 30 കൊല്ലം 35 കൊല്ലം കാട്ടിക്കൂട്ടിയ എല്ലാ ആക്രമണങ്ങൾക്കും അത്യാഹിതങ്ങൾക്കുമുള്ള പകരം ചോദിക്കൽ, ജനം ആ ചിഹ്നത്തെ വെറുക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ തൃണമൂൽ കോൺഗ്രസിനെതിരെയുള്ള വികാരത്തെ ഏകോപിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് ഒരു ഹുണ്ടികയിലേക്ക് കൊണ്ട് ഇടാനായിട്ട് BJPക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും തന്നെ ചില വോട്ടുകൾ പോലും തൃണമൂൽ കോൺഗ്രസിനെതിരെ BJPക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അവിടെ BJP നേട്ടം കൊയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് പശ്ചിമ ബംഗാളിന്റെ ഏറ്റവും വലിയ കഥ എന്ന് പറയുന്നത്. മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു വലിയ നേതാവുണ്ട്. അതായത് CPMന്റെ ആക്രമണം നേരിട്ട് നേതാവായി മാറി 2019 CPMനെ തകർത്ത് അധികാരത്തിലേറിയ മമതാ ബാനർജിയെ തകർക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇതിന്റെ ഒരു ചരിത്രമുണ്ട്. 2009 ഞാൻ പശ്ചിമ ബംഗാളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കവർ ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ആദ്യമായി CPM അവിടെ തകരുന്നത്. 16 സീറ്റിലേക്ക് CPM ചുരുങ്ങിയത് ആ തെരഞ്ഞെടുപ്പിലാണ്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നു, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബംഗാളിൽ ഉരുത്തിരിയുന്നത്. BJP 18 സീറ്റിലേക്ക് വരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJP തൃണമൂൽ കോൺഗ്രസിനെ മറികടന്ന് 24ലേക്കോ അല്ലെങ്കിൽ 25ലേക്കോ അല്ലെങ്കിൽ 30ലേക്കോ എത്തിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു പോരായിരിക്കും. അവിടെ ഇടതുപക്ഷമോ കോൺഗ്രസോ അപ്രസക്തമാകുന്ന ഒരു കാഴ്ചയായിരിക്കും ബംഗാളിൽ കാണാൻ കഴിയുക.